ഇടുക്കി ജില്ലയിലെ മികച്ച ക്ഷീര കർഷകനുള്ള കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ പുരസ്കാരം നേടിയ അണക്കര മയിലാടുംപാറ സ്വദേശി എം മജേഷിന് അമ്മയ്ക്കുരുമ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി. ചടങ്ങിൽ വെച്ച് തനിക്ക് ലഭിച്ച പുരസ്കാര തുകയിൽ നിന്നും 20,000 രൂപ സ്നേഹ കൂട്ടായ്മയുടെ ജീവകാരുണ്യ നിധിയിലേക്ക് കൈമാറി യുവ കർഷകൻ മാതൃകയായി. ക്ഷീരമേഖലയിലെ മികവുറ്റ പ്രവർത്തനത്തിലൂടെയാണ് ഇടുക്കി ജില്ലയിലെ മികച്ച ക്ഷീര കർഷകനുള്ള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ പുരസ്കാരത്തിന് മയിലാടുംപാറ ആലക്കളത്തിൽ മജേഷ് അർഹനായത്. ഇതോടൊപ്പം തനിക്ക് ലഭിച്ച പുരസ്കാര തുകയിൽ നിന്നും ഒരു വിഹിതം അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മയുടെ ജീവകാരുണ്യ നിധിയിലേക്ക് നൽകുന്നതിനുള്ള സന്നദ്ധതയും അദ്ദേഹം കൂട്ടായ്മ ഭാരവാഹികളെ അറിയിച്ചു. മജേഷിന്റെ വീട്ടിലെത്തിയാണ് കൂട്ടായ്മ പ്രവർത്തകർ ആദരവ് നൽകിയത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എങ്കിലും ഈ ഒരു ജോലി തിരഞ്ഞെടുത്ത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായി തിരഞ്ഞെടുക്കുന്ന മജേഷിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച ഈ അവാർഡ് അത് അമ്മയ്ക്കുരുമ സ്നേഹ കൂട്ടായ്മയ്ക്ക് നൽകുവാൻ തീരുമാനിച്ചതിനുള്ള ആ തീരുമാനത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം അത് ഏറ്റവും എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മജേഷിനോട് പറഞ്ഞു, അത് ഏറ്റവും അർഹമായ കാര്യങ്ങളിലേക്ക് തന്നെയാണ് അത് എത്തുന്നത്. കാരണം യുവ കർഷകനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ഉപഹാരം സമർപ്പിക്കുകയും ചെയ്തു. കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 20,000 രൂപ അദ്ദേഹം ഭാരവാഹികൾക്ക് കൈമാറി. ഞാനൊരു 28 കിറ്റ് എനിക്ക് ഒന്ന് കൊടുക്കണം, ഒരു സഹായം ചെയ്യാൻ ചോദിച്ചു. ഞാൻ സാധിച്ചിട്ട് അവന് 500 രൂപ അന്നേരം എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാമെന്നൊരു വാക്ക് പറഞ്ഞാൽ അത് ഞാനിന്ന് പ്രാവർത്തികമാക്കി കൊടുത്തിട്ടുണ്ട്. അതിനെക്കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എനിക്ക് വേറെ കിട്ടുന്നുണ്ട്. ഇതെനിക്ക് ആദരവ് കിട്ടിയതാണ്. ആദരവ് സമൂഹത്തിന് നല്ല പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്നു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈലമ്മ സിബി, ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് അംഗം ബേബിച്ചൻ പുറമത്തറ, കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലയ്ക്കൽ, രക്ഷാധികാരികളായ ബാബു സുരഭി, ഡേവിസ് തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.